നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമറും ISSൽ നിന്ന് പുറപ്പെട്ടു. ക്രൂ-9 ദൗത്യ സംഘത്തെയും കൊണ്ട് സ്പേസ് എക്സ് ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സ്യൂൾ രാവിലെ ഇന്ത്യൻ സമയം 10:35 ISSൽ നിന്ന് പുറപ്പെട്ടത്. അനുകൂല സാഹചര്യങ്ങളായാൽ പേടകം ബുധനാഴ്ച പുലർച്ചെ 3:27 ഭൂമിയിലിറങ്ങും. ഡ്രാഗൺ പേടകത്തെ ISSുമായി ബന്ധപ്പെടുത്തുന്ന കവാടമടയ്ക്കുന്ന പ്രക്രിയയാണ് ഹാച്ചിങ്. ഇന്ത്യൻ സമയം 10:15 ഹാച്ചിങ് പൂർത്തിയായിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും നിർണായകമായ ഘട്ടമാണ് അൺഡോക്കിംഗ്. 10:35 അൺഡോക്ക് ചെയ്തതോടെ ക്രൂ-9 സംഘത്തെയും വഹിച്ചുകൊണ്ട് ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് കുതിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക. അവിടെ നിന്ന് കരയിലേക്ക് എത്തിക്കുവാനാണ് പദ്ധതി. ഭൂമിയിലെത്തിയതിനു ശേഷം ക്രൂ-9 സംഘത്തെ ടെക്സസിലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കും. കഴിഞ്ഞ 9 മാസത്തോളം ISSൽ തുടർന്നതിനാൽ ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുവാനുള്ള സഹായങ്ങൾ നൽകുകയാണ് ഉദ്ദേശം. 2024 ജൂൺ 5 ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമറും ISSലേക്ക് യാത്ര തിരിച്ചത്. വെറും 8 ദിവസത്തെ ദൗത്യത്തിനായി പോയ ഇരുവരും 9 മാസങ്ങളായി അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ലോകത്തിന് ആശ്വാസമേകിക്കൊണ്ടാണ് ഇരുവരുടെയും ഭൂമിയിലേക്കുള്ള മടക്കം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് നിരവധി നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടക്കം. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം ചെയ്ത വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാക്കി. 9 ബഹിരാകാശ നടത്തത്തിലൂടെ 62 മണിക്കൂറിലധികമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. മൈക്രോഗ്രാവിറ്റിയിൽ കൃഷി സംബന്ധമായ പരീക്ഷണം നടത്തുന്നതിനും ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുതകുന്ന പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു.